ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ 2. എന്റെ പൊന്നു മക്കളെ, ഒരു കച്ചറപ്പടം. ആദ്യമായിട്ടാണ് ഒരു ശങ്കറിന്റെ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിലിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 6:30 തുടങ്ങുന്ന സീരിയലില്ലേ, 6:30 തുടങ്ങുന്ന സീരിയല് ഒരു 10 മണി വരെ കണ്ടാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു അവസ്ഥ പോലെ ഫീൽ ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ മാർമലിനെ വെല്ലുന്ന സൂപ്പർ ഹീറോനെ പോലെ നമുക്ക് കമൽഹാസനെ കാണാൻ കഴിയും. പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ ഇന്ത്യൻ 1 സ്പൂഫാണോ എന്നും തോന്നിപ്പോകും. ഇതാണ് ഇന്ത്യൻ 2 നട്ഷലായിട്ട് പറയുകയാണെങ്കിൽ. ഇന്ത്യൻ 1 എഴുതിയത് ശങ്കറും എസ് രംഗരാജനും കൂടിയായിരുന്നു. അതിന്റെ ഡയലോഗുകൾ എഴുതിയതും എസ് രംഗരാജനാണ്. അദ്ദേഹത്തിന്റെ അഭാവം ഈ സിനിമയിൽ മുഴുനീളം കാണാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിഞ്ചടിപ്പിക്കുന്ന ഡയലോഗുകൾ, സീരിയലിനെ വെല്ലുന്ന ഡയലോഗുകൾ, അങ്ങനെയുള്ളതാണ് പലതും. ഒരു പഞ്ച് ഉണർത്തുന്നതോ അങ്ങനെ ഒരു സിറ്റുവേഷൻസും ഈ മൂവിയിലില്ല. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 250 കോടിയാണ്. മേ ബി ഇന്ത്യൻ 3 കൂടെ ബഡ്ജറ്റ് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. പക്ഷെ കണ്ടതിൽ വെച്ചിട്ട് അവസാനം ഇന്ത്യൻ 3 ട്രെയിലർ കാണിക്കുന്നുണ്ട്. അതിൽ അല്പം പ്രതീക്ഷയെങ്കിലും നൽകുന്നുണ്ട്. പക്ഷെ ഇത് ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണോ എന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അല്ല എന്നാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ 3 കാണാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് കണ്ടിരിക്കാം. 108 വയസ്സുള്ള കമലഹാസൻ പല സമയങ്ങളിൽ വരുമ്പോഴും പല പല മേക്കപ്പുകളും പല പല ഗെറ്റപ്പിലുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സേനാപതിയെ, ഇന്ത്യൻ 2 സേനാപതിയെ ചിലപ്പോൾ മാർവൽ കൊത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സ്പൈഡർമാൻ ഒരു സീനുണ്ട്, മിററിൽ നോക്കുമ്പോൾ ഭയങ്കര ബോഡിയൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കമലഹാസൻ ബോഡി കാണിച്ചു വരുന്നൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അവിടെ ചുളിഞ്ഞിരിക്കുന്ന ശരീരം എന്തോ ചെയ്യുമ്പോൾ 6 പാക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണർന്നു വരുന്നു. കമലഹാസനിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന്റെ ഈ സേനാപതി എന്ന കഥാപാത്രത്തിന്റെ ട്രേഡ് മാർക്ക് ഇതാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അത് തന്നെ ഉണ്ടാവും ഒരു അരമണിക്കൂർ കട്ട് ചെയ്ത് കളയാൻ. പിന്നെ ശങ്കറിന്റെ വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഓരോ സീൻസിലും, മിക്ക സീനുകളിലും ഏകദേശം 1000-ൽ കുറയാതെ ആളുകളുമുണ്ട്. കൂടാതെ അവിടെയും ഇവിടെയും അനാവശ്യമായ പാട്ടുകളും. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് നമ്മുടെ കമലഹാസൻ, പിന്നെ സിദ്ധാർത്ഥ്, പിന്നെ വരുന്നത് SJ സൂര്യയാണ്. പിന്നെ നമ്മുടെ സ്വന്തം നെടുമുടി വേണു വരുന്നുണ്ട്. പിന്നെ കുറെ മരിച്ചുപോയ തമിഴ് സിനിമയിലെ കുറച്ച് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഏകദേശം ഈ സിനിമയിലുണ്ട്. അപ്പം അതിനർത്ഥം ഇത് കുറെ നാള് മുന്നേ ചിത്രീകരിക്കാൻ തുടങ്ങിയ ഒരു സിനിമയാണ്. പലയിടത്തും ഇവരുടെ അഭാവത്തിൽ പിന്നെയും ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവര് VFX എന്തോ ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അത്ര പെർഫെക്ഷൻ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും അവരുടെ അഭാവത്തിൽ അവരുടെ ബാക്കി ചിത്രീകരിച്ചല്ലേ പറ്റും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. അല്പമെങ്കിലും കുറച്ച് അഭിനയിച്ചു എന്ന് പറയാൻ എനിക്ക് തോന്നിയത് സിദ്ധാർത്ഥും SJ സൂര്യയാണ്. കമലഹാസൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മേക്കപ്പ് കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ കുറച്ച് ഭംഗം വന്നതുപോലെ തോന്നി. അദ്ദേഹത്തിന്റെ അഭിനയം നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ണിൽ കൂടെ ഇങ്ങനെ കരച്ചിൽ വരുമ്പോഴും സൗണ്ട് മോഡുലേഷൻ മാറുമ്പോഴും മാത്രമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു കച്ചറപ്പടമായിട്ടാണ്. ഒരു തമിഴ് സിനിമ ആരാധകനെ സംബന്ധിച്ചിടത്തോളം കുറെ എക്സാജറേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ആസ്വദിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.